ഹായ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ജിൽസൺ ടോക്സ്. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം കങ്കുവയാണ്. സൂര്യയുടെ എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്നൊരു പടമാണ് കങ്കുവ. ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ തിയേറ്ററിക്കൽ വാച്ച് മസ്റ്റായിട്ട് വേണ്ട ഒരു പടമാണ് കങ്കുവ എന്ന് പറയും. പക്ഷെ അത് ഏതൊക്കെ ആസ്പെക്റ്റുകളിൽ തിയേറ്ററിക്കൽ വാച്ച് ഈ പടം ഏതൊക്കെ ഇതുകളിൽ വേണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നല്ല വിഷ്വൽ ട്രീറ്റാണ് ഈ പടം. നല്ല സൗണ്ടാണ്. പിന്നെ ദേവിശ്രീ പ്രസാദിൻ്റെ ബീജം വർക്കുകൾ ചില സ്ഥലത്തൊക്കെ നന്നായിട്ടുണ്ട്. എന്നാൽ ചില സോങ്സൊക്കെ പ്ലേസ്മെൻറ്റ് ശരിയാവാത്തതൊക്കെ തോന്നി. പടം എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ 3D എഫക്ട്സ് കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്. എന്നാൽ വേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇതിൽ നമ്മൾ പോസ്റ്ററിലൊക്കെ കണ്ട പോലെ ഈ പുതിയ കാലവും പഴയ കാലവും ഒക്കെ ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ചെയ്ത് ഒക്കെ കാണിക്കണമൊക്കെ ഉണ്ട്. അത് അങ്ങനെ കാണിക്കുന്നതിൽ പരിധി വരെ വിജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും എവിടേക്കും ഒരു ഇമോഷണൽ കണക്റ്റ് ഇതുപോലുള്ള ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഒരു ഇമോഷണൽ കണക്റ്റാണ്. ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഈ പടത്തിലില്ല എന്ന് തന്നെ പറയാം. പിന്നെ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വരുന്ന ചില ടൈലൻറ്റുകൾ, ആ ടൈലൻറ്റ് ഇതിൽ നന്നായോ എന്ന് ചോദിച്ചാൽ എനിക്ക് തീരെ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആയില്ല. ഇതിൻ്റെ ഒരു ടൈലൻറ്റ് പടം മൊത്തത്തിൽ ഞാൻ കൂടുതൽ നീട്ടി പറയണില്ല. നമ്മൾ ഇതിനോടകം പല പല റിവ്യൂകൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ കണ്ടിരിക്കാം എന്നുണ്ടെങ്കിലും ഇത് സൂര്യയുടെ ഒരു എന്താ പറയുക ഇത്രയും കാലം ഈ ഒരു പടത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആ ഒരു എഫേർട്ടൊന്നും നമുക്ക് ഈ പടം കണ്ടപ്പോൾ നമുക്ക് തോന്നിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ് ഒരു പടം ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ തന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആ കണ്ട ട്രെയിലറും പ്രൊമോ കട്ട്സൊക്കെ വെച്ചിട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഈ പടം കണ്ടത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തൃശ്ശൂർ രാഗത്തിലാണ് കണ്ടത്. പക്ഷേ അതിൻ്റെ ഒരു തള്ളിച്ചൊന്നും പടം കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല എന്നുള്ളതാണ് ദുഃഖകരമായൊരു സത്യം. അതുതന്നെ ഈ പടത്തിന് നമ്മൾ 5 കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 2/5 ആണ്. ഒരു 1 ടൈം വാച്ചബിൾ തിയേറ്ററിക്കൽ പടം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൗണ്ടും വിഷ്വൽ മാജിക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരു ഇമോഷണൽ കണക്റ്റ് നമുക്ക് ഈ പടത്തിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പല ഹൈ മൊമെൻറ്റ്സും പടത്തിൽ സംവിധായകൻ വിചാരിച്ച ഹൈ മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് ഒരു ഹൈ മൊമെൻറ്റ്സ് ആയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു വശം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം.